2016 പുറത്തിറങ്ങിയ മിനി സീരീസ് ലവ് ഫോർ എ തൗസൻഡ് മോറിന്റെ കഥയാണ് സിനിമാ കഥയിലൂടെ ഇന്ന് നിങ്ങൾ കേൾക്കാനായി പോകുന്നത്. കഥ ആരംഭിക്കുന്നത് മീജോ എന്ന സ്ത്രീയെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. 4 പേരോട് മീജോ എന്ന് തന്നെപ്പറ്റി പറയുന്നു. തനിക്ക് 999 വയസ്സാകുന്നു എന്ന് മീജോ പറഞ്ഞു. കോറിയോ ഡിനസ്റ്റി നിന്ന കാലത്ത് രാജാവ് കിങ് ഹ്യുൻജോങ്ങിന്റെ കാലം മുതൽ താൻ ഇവിടെ ജീവിക്കുന്നുണ്ട് എന്നവൾ അവരോട് പറഞ്ഞു. എങ്ങനെയാണ് തനിക്ക് ഈ അമരത്വം കൈവന്നത് എന്ന് വലിയ പിടിയൊന്നുമില്ലെന്നും, പക്ഷേ തന്റെ ജീവിതം തുടർന്നുകൊണ്ടിരിക്കുകയാണെന്നും, ഇതുവരെ 329ഓളം പേരെ താൻ ഡേറ്റ് ചെയ്തിട്ടുണ്ടെന്നും, പക്ഷേ ഒന്നും തന്നെ നല്ല രീതിയിൽ അവസാനിച്ചില്ല. എല്ലാ ആണുങ്ങൾക്കും ഒരു പൊതു സ്വഭാവമാ ഉള്ളത്, ഒക്കെ ചെറ്റകളാണ്. അതുകൊണ്ട് തന്നെ ഇനിമേൽ താൻ ഡേറ്റ് ചെയ്യില്ല എന്നും തീരുമാനിച്ചാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും അവൾ വ്യക്തമാക്കി. കൂട്ടത്തിൽ നോട്ട്സ് ഒക്കെ ലാപ്ടോപ്പിൽ ടൈപ്പ് ചെയ്തുകൊണ്ടിരുന്ന ഒരുത്തൻ ഉടൻ മീജോയോട് ചോദിച്ചു, നിങ്ങളിപ്പോൾ ജീവിക്കാൻ എന്ത് ജോലിയാ ചെയ്യുന്നത്? മീജോ ഒരു ചിരിയോട് പറഞ്ഞു, ലവ് കൗൺസിലർ. പ്രണയത്തിലും റിലേഷൻഷിപ്പിലുമൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു കൗൺസിലർ ജോലിയായിരുന്നു മീജോ ചെയ്തുകൊണ്ടിരുന്നത്. അവൾക്കാണെങ്കിൽ ഇത്രയും നീണ്ടകാലത്തെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. മീജോക്കൊരു പെറ്റുമുണ്ട്, ഒരു ആമയായിരുന്നു അത്. ആമയെ വളർത്തുന്നതിനും ഒരു പ്രത്യേക കാരണമുണ്ടെന്ന് അറിയാമല്ലോ. ഏറ്റവും കൂടുതൽ ആയുസുള്ള ജീവികളിൽ ഒന്നാണ് ആമ. അതായിരുന്നു ആമയെ തന്നെ അവൾ പെറ്റായി വളർത്തിയിരുന്നതും. അങ്ങനെയിരിക്കെ ഒരു ദിവസം അവളുടെ അടുത്ത് കൗൺസിലിങ്ങിന് ഒരു പെൺകുട്ടി എത്തി. താൻ സ്നേഹിക്കുന്നയാൾ എപ്പോഴും ഓരോ കണ്ടുപിടുത്തം, ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബിസിയാണെന്നും പറഞ്ഞിരിക്കുക. ഒന്നും വർക്കാകുന്നില്ല, എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞായിരുന്നു അവളുടെ വരവ്. അതോടെ ആ കാമുകന്റെ സ്വഭാവ സവിശേഷതകളും അവളോട് എങ്ങനെയാണ് പെരുമാറുന്നത് എന്നും ഉള്ളതുമൊക്കെ എണ്ണി എണ്ണി മീജോ പറയാൻ തുടങ്ങി. വന്ന പെൺകുട്ടി തന്നെ അതിശയിച്ചു. സംശയത്തിന്റെ പുറത്ത്, നിങ്ങൾ അവനെ ഡേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുവരെ ആ പെൺകുട്ടി തിരക്കി. മീജോ പറഞ്ഞു, അവനെയല്ല, അതുപോലൊരുത്തനെ ഞാൻ മുമ്പ് ഡേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നാലെ അത് വിശദീകരിക്കാനും തുടങ്ങി. ചോസുൻ ഡിനസ്റ്റി കാലത്ത് റെയിൻ ഗേജ് കണ്ടുപിടിച്ച ഒരു സയന്റിസ്റ്റിനെ ആയിരുന്നു അന്ന് മീജോ ഡേറ്റ് ചെയ്തത്. ആ കാലത്ത് അവനും ഇതുപോലായിരുന്നു പെരുമാറിയത്. ഈ ഇൻസ്ട്രുമെന്റ് കണ്ടുപിടിച്ച് ജനങ്ങൾക്ക് എന്തെങ്കിലും നല്ലത് ചെയ്യണം, വേറൊന്നിനും എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞൊഴിഞ്ഞു മാറിക്കൊണ്ടിരുന്നു. മീജോ അവന് വളച്ചെടുത്തത് അവനുണ്ടാക്കുന്ന ആ ശാസ്ത്ര ഉപകരണത്തെപ്പറ്റി ഓരോ ചോദ്യങ്ങൾ ചോദിച്ച് അവന്റെ താല്പര്യങ്ങൾ മനസ്സിലാക്കി ആ രീതിയിൽ സംസാരിച്ചുകൊണ്ടായിരുന്നു. കുറച്ചുനാൾ അങ്ങനെ സംസാരമൊക്കെ തുടർന്ന് അടുപ്പം വന്നപ്പോൾ തന്നെ പ്രണയത്തിലാവുകയായിരുന്നു. അത്തരത്തിൽ വന്നിരിക്കുന്ന പെൺകുട്ടിയും സ്നേഹിക്കുന്ന പയ്യൻ ചെയ്യുന്ന ആ പ്രവൃത്തിയിൽ അവൾക്കും താല്പര്യമുള്ള പോലെ അതിനെപ്പറ്റി ചോദ്യങ്ങൾ ചോദിച്ച് ആദ്യം പരിചയം സ്ഥാപിച്ചെടുക്കാനും പിന്നീട് അത് അടുപ്പത്തിലേക്ക് മാറിക്കോളും എന്നും അവൾ ഉപദേശിച്ചു. നിങ്ങൾക്കൊരുപാട് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് തോന്നുന്നല്ലോ എന്ന് ആ പെൺകുട്ടി പറഞ്ഞതും, പിന്നെ 1000 കൊല്ലത്തിനടുത്ത് ജീവിച്ചു എന്ന് പറയുന്നത് ചുമ്മാതാണോ എന്നവൾ മനസ്സിൽ ചിന്തിച്ചു. പിന്നാലെ തന്റെ കയ്യിലുള്ള ഒരു വസ്തു, ചോസുൻ ഡിനസ്റ്റിയിലെ ക്ലിയോപാട്ര ആണുങ്ങളെ അട്രാക്ട് ചെയ്യിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്ന സുഗന്ധദ്രവ്യം എന്ന് പറഞ്ഞ് ആ പെൺകുട്ടിക്ക് വിൽക്കാനും ശ്രമിച്ചു. ആ പെൺകുട്ടിയും അത് വാങ്ങുകയും ചെയ്തു. അത്തരത്തിൽ പണമൊക്കെ സംഭരിച്ചായിരുന്നു മീജോ ജീവിച്ചുകൊണ്ടിരുന്നത്. 1000 കൊല്ലത്തോളം ജീവിക്കാൻ ഈ ഭക്ഷണത്തിനു വേണ്ടി എന്തൊക്കെ കഷ്ടപ്പാടാ ചെയ്യേണ്ടവന്ന്. എന്നിട്ടും സ്വസ്ഥമായിട്ട് ഒന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ടോ? മീജോയുടെ ഓർമ്മകൾ പഴയകാലത്തേക്ക് പോയി. ഓരോ തവണയും അവൾ ആസ്വദിച്ച് ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ യുദ്ധത്തിനായി ഓരോ സംഘം പട്ടാളക്കാർ, ഓരോ രാജ്യക്കാർ കയറി വരും. അന്നൊക്കെ സ്വസ്ഥമായിട്ടൊന്ന് ചോറ് പോലും തിന്നാൻ വിടില്ലടോ എന്ന് ചോദിച്ചവൾ എഴുന്നേറ്റ് പോയിരുന്നു. എന്തായാലും ഇന്നൊന്ന് ആസ്വദിച്ച് ഭക്ഷണം കഴിക്കണം എന്ന് ചിന്തിച്ച് അവൾ ഭക്ഷണവും എടുത്തിരുന്നു. പക്ഷെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയതും പെട്ടെന്ന് മുകളിൽ നിന്നും വലിയൊരു ശബ്ദം. ഈ കാലത്തും യുദ്ധമൊക്കെ നടക്കുന്നു എന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ ശബ്ദം വരുന്നത് 2ാം നിലയിൽ നിന്നുമാണ്. മീജോ ഓടിച്ചെന്ന് 2ാം നിലയിൽ എത്തി നോക്കി. കേൾക്കുന്നത് സോങ് പ്രാക്ടീസ് ചെയ്യുമ്പോഴുള്ള സൗണ്ടായിരുന്നു. അതും റാപ്പ് സോങ്. വാതിലിൽ മുട്ടിയതും ഒരാണും പെണ്ണും പുറത്തേക്ക് വന്നു. നിങ്ങൾക്കൊന്നും ബോധമില്ലേ, ഇങ്ങനെ ഒച്ചയുണ്ടാക്കുകയാണോ എന്നൊക്കെ ചോദിച്ച് മീജോ ദേഷ്യപ്പെടാൻ തുടങ്ങിയപ്പോൾ ആ പയ്യനും പെൺകുട്ടിയും ആകട്ടെ മീജോയെ സമാധാനിപ്പിച്ച് കോഫി കുടിക്കാൻ അകത്തേക്ക് ക്ഷണിക്കുകയായിരുന്നു ചെയ്തത്. കൃത്യം ആ സമയം അങ്ങോട്ടേക്ക് മറ്റൊരു പയ്യൻ കൂടി കടന്നു വന്നു. ജൂൻവോ എന്നായിരുന്നു ആ പയ്യന്റെ പേര്. മീജോയെ കണ്ടതും പരിചയമുള്ള പോലെ അതിശയിച്ച ജൂൻവോ മീജോയെ കെട്ടിപ്പിടിച്ചു. മീജോയും ഇവൻ ഏതെന്ന മട്ടിൽ നിന്നു. ഒരു നിമിഷം സ്വബോധത്തിലേക്ക് വന്ന് പെട്ടെന്നെന്തോ തിരിച്ചറിഞ്ഞ പോലെ അവൻ പിന്മാറി. മീജോയും താഴെ വീണു. ഇവനെന്താ പ്രാന്തനാണോ? വല്ലാത്തൊരു ഭാവമാണല്ലോ ഇവന്. ഇവനെ പോലുള്ള ഒരുത്തനെ ഞാൻ മുമ്പ് കണ്ടിട്ടില്ലല്ലോ എന്നായിരുന്നു മീജോ പറഞ്ഞത്. സംഭവം എന്തെന്നാൽ ആ മൂവർ സംഘം ഒരു ആൽബം ക്രിയേറ്റ് ചെയ്യാൻ ഒരുങ്ങുകയാണ്. പക്ഷേ സോങ്ങിനിടയിൽ ഒരു റാപ്പിന്റെ ഭാഗം വരുന്നുണ്ട്. അതവർക്ക് അത്രമേൽ ശരിയാകുന്നില്ല. ഒരു റാപ്പറെ തേടിയെങ്കിലും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തങ്ങളെ കൊണ്ട് തന്നെ അത് പറ്റുമോ എന്നറിയാൻ അവിടെ മുറിയെടുത്ത് അവർ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു സ്റ്റുഡിയോ സെറ്റപ്പ് ചെയ്യാനുള്ള പണം കുറവായതുകൊണ്ടും അവർ വീടെടുത്ത് പ്രാക്ടീസ് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അടുത്ത ദിവസവും അതേ ഒച്ചയും ബഹളവും. മീജോ വീണ്ടും കയറി ചെന്ന് അവരുടെ വാതിലിൽ മുട്ടി. വാതിൽ തുറന്നത് തന്നെ ജൂൻബുവായിരുന്നു. തലേന്ന് പറ്റിയ തെറ്റിന് ഞാൻ നിങ്ങളെ വേറാരോ എന്ന് ചിന്തിച്ചു പോയതാണ് എന്ന് പറഞ്ഞവൻ ക്ഷമ ചോദിച്ചു.
ആ ക്ഷമയൊക്കെ നന്നായിട്ട് തന്നെ ചോദിക്കുന്നുണ്ട്, പക്ഷെ പിന്നെയും പിന്നെയും ഒച്ചയും ബഹളവും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണല്ലോ, ഇത്തിരി സ്വസ്ഥത തരണ്ടേ എന്ന് മീജോ ദേഷ്യപ്പെടാൻ തുടങ്ങി. എന്തോന്ന് ഒച്ചയും ബഹളോ? അത് പാട്ട് പ്രാക്ടീസ് ചെയ്യുന്നതല്ലേ എന്ന് ദേഷ്യത്തിൽ ജൂൻവൂവും ചോദിച്ചു. ഞങ്ങൾക്ക് വേറെ വഴിയൊന്നുമില്ല, ഞങ്ങൾക്ക് ഇവിടെ പ്രാക്ടീസ് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞ് ജൂൻവൂ വാതിലടയ്ക്കുകയും ചെയ്തു. പക്ഷേ വാതിലടയ്ക്കാൻ സമ്മതിക്കാതെ മീജോ വാതിൽ തള്ളിപ്പിടിച്ചു. വാതിലിൽ ഒരു പിടിവലി തന്നെ ഉണ്ടായി. നിങ്ങൾക്ക് കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുക്കും മുത്തശ്ശി എന്നവളുടെ പഴയകാല രീതിയിലുള്ള വസ്ത്രധാരണം കണ്ട് മീജോയെ കളിയാക്കി അവൻ വാതിലടച്ചു. അന്ന് വൈകുന്നേരം മീജോയുടെ വീട്ടിലേക്ക് ഒരു വിസിറ്റർ വന്നു. മുകളിൽ ജൂൻവൂവിനൊപ്പമുള്ള പെൺകുട്ടിയായിരുന്നു അത്. മീജോ റിലേഷൻഷിപ്പ് കൗൺസിലർ ആണെന്ന് കണ്ട് അവളോട് സംസാരിക്കാനും സഹായം ചോദിക്കാനും വന്നതായിരുന്നു അവൾ. ജൂൻവൂവിനെ കഴിഞ്ഞ 3 കൊല്ലമായി താൻ പ്രണയിക്കുന്നുണ്ടെന്നും പക്ഷെ അവൻ തന്നെ മൈൻഡ് പോലും ചെയ്യുന്നില്ല, നിങ്ങൾക്കെന്നെ സഹായിക്കാൻ പറ്റുമോ എന്ന് മീജോയോട് അവൾ തിരക്കി. ആദ്യം അവനെ പറ്റിയായിരുന്നു മീജോ ചോദിച്ചത്. ജൂൻവൂവിന്റെ അച്ഛനും അമ്മയും മരണപ്പെട്ടതാണെന്നും ചെറുപ്പം തൊട്ടേ അവൻ ഒറ്റയ്ക്കായിരുന്നുവെന്നും മ്യൂസിക്കിൽ അവൻ ഒരുപാട് താല്പര്യമാ ഉള്ളത്, കുറെ നാൾ DJ ആയി ജോലി നോക്കിയിട്ടുണ്ട് എന്നിങ്ങനെ അവനെപ്പറ്റി അവൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. നീ സംസാരിക്കുമ്പോൾ മൈൻഡ് ചെയ്യാതെ അവൻ ഫോണിൽ തന്നെ നോക്കിയിരിക്കും, കോൾ ചെയ്താലോ കാര്യം പറഞ്ഞ് അപ്പോ തന്നെ ഫോൺ കട്ട് ചെയ്യും, ശരിയല്ലേ? ഇതൊക്കെ നിങ്ങൾക്കെങ്ങനെ അറിയാം? മീജോ ചോദിച്ചത് കേട്ടതും ആ പെൺകുട്ടി അതിശയത്തോടെ തിരക്കി. തനിക്കുണ്ടായിരുന്നൊരു പ്രണയത്തെപ്പറ്റി മീജോ അതോടെ പറഞ്ഞു. ലിയി എന്നായിരുന്നു അയാളുടെ പേര്. എപ്പോഴും കവിതയും കഥയും തന്നെ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരുത്തൻ. ഇതുപോലായിരുന്നു, എത്ര സംസാരിച്ചാലും നോക്കുക പോലുമില്ല, മൈൻഡ് പോലും ചെയ്യില്ല, ആവശ്യമുള്ളത് 1-2 വാക്കിൽ മാത്രം പറയും. ഒടുവിൽ ഞാനൊരു വഴി കണ്ടെത്തി. ഞാൻ തമാശ പറയുമ്പോൾ അവൻ ചിരിക്കുന്നുണ്ട്. അതോടെ കുറേയധികം തമാശ പറഞ്ഞ് അവനെ പൊട്ടിച്ചിരിപ്പിച്ചു. അവനോട് അങ്ങനെ അടുത്തടുത്ത് പ്രണയത്തിലായി. ആ വഴി നീയും ശ്രമിച്ചു നോക്ക് എന്ന് പറഞ്ഞ് കുറേയധികം തമാശകളും മീജോ ആ പെൺകുട്ടിയെ പഠിപ്പിച്ചു വിട്ടു. അന്ന് ജൂൻവൂവിന്റെ അടുത്തെത്തിയ പെൺകുട്ടിയാകട്ടെ മീജോ പഠിപ്പിച്ചു വിട്ട അതേ തമാശകൾ അതേ രീതിയിൽ തന്നെ അവന്റെ അടുക്കൽ അവതരിപ്പിക്കാൻ തുടങ്ങി. ഇതിനിടയിൽ തമാശകളുടെ പകുതി മറന്നുപോവുകയും ആകെ താളം തെറ്റുകയും ചെയ്തു. ഇവൾക്കിതെന്തെങ്കിലും പറ്റിയോ? നീ പറഞ്ഞു കഴിഞ്ഞേ നമുക്ക് ഭക്ഷണം കഴിച്ചാലോ എന്ന തരത്തിൽ വല്ലാതെ ജൂൻവൂ ചോദിക്കുകയും ചെയ്തു. എന്തായാലും ആ പദ്ധതി പാളി. അടുത്ത ദിവസം മീജോ ഒരിടത്ത് പോയിരുന്നു. ഒരു ആയോധനകല പഠിപ്പിക്കുന്ന ഇടമായിരുന്നു അത്. ജേസൺ എന്ന പയ്യനായിരുന്നു അത് പഠിപ്പിച്ചിരുന്നതും. ജേസന് മീജോയുടെ മേൽ ക്രഷുണ്ട് എന്ന് വ്യക്തമാണ്. മീജോയ്ക്കടുത്തെത്തി ജേസൺ പ്രണയം പറയാൻ തുടങ്ങുന്നതും അവൾ മനസ്സിലാക്കിയിരുന്നു. ജേസൺ തന്റെ ടൈപ്പ് ആളല്ല, അവനെ കണ്ടാൽ ഏതു പെണ്ണും വീഴും എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോന്നു. പോരുമ്പോൾ അവൾ തന്റെ പഴയകാലം ഓർത്തു. പലവട്ടം അവൾക്ക് അബദ്ധങ്ങൾ പിണഞ്ഞിട്ടുള്ളതാണ്. കഴിഞ്ഞ 10 കൊല്ലമായി ജേസനെ അറിയാമെങ്കിലും വീണ്ടും അതുപോലെ എന്തെങ്കിലും സംഭവിക്കുമോ എന്നവൾ ഭയപ്പെടുന്നു. ഒരിക്കൽ അവൾ അവളുടെ ബോയ്ഫ്രണ്ടിന് ഭക്ഷണം കൊണ്ടുപോകുന്ന സമയം അമ്പയുകയായിരുന്ന ബോയ്ഫ്രണ്ടിന്റെ അമ്പ് അവളുടെ തലവഴി തുളച്ചു കയറി. അവൾ അത് അറിഞ്ഞതുപോലുമില്ല. ബോയ്ഫ്രണ്ട് ആകട്ടെ അത് കണ്ട് ഞെട്ടിത്തെറിച്ചുപോയി. മറ്റൊരിക്കൽ മറ്റൊരു ബോയ്ഫ്രണ്ട് വിറക് കൊത്തുന്നതിനിടയിൽ കോടാലി തിരിച്ച് അവളുടെ പുറത്ത് കൊത്തിയിറങ്ങി. പുറത്തെന്തോ ആയെന്ന് തോന്നുന്നു, ഒന്ന് തുടച്ചു തന്നെ എന്നായിരുന്നു ബോയ്ഫ്രണ്ടിനോട് അവൾ പറഞ്ഞത്. ആ ബോയ്ഫ്രണ്ടും ഞെട്ടിത്തരിച്ചുപോയി. മറ്റൊരിക്കൽ ഒരു കുറ്റത്തിന് അവൾ പിടിക്കപ്പെട്ടു. വധശിക്ഷയ്ക്ക് വിധിച്ചു. വിഷം കഴിപ്പിച്ചു കൊല്ലാനായിരുന്നു ശ്രമം. പക്ഷേ ആ വിഷം കൂസലില്ലാതെ കുടിച്ച് ഒരെണ്ണം കൂടി കൊണ്ടുവന്ന് നല്ല രുചി എന്നായിരുന്നു അവൾ പറഞ്ഞത്. ഇത്തരത്തിൽ പല അനുഭവങ്ങളും ഉള്ളതുകൊണ്ട് ഇനി ഈ പ്രണയമേ വേണ്ട എന്ന തീരുമാനത്തിൽ ഒടുവിൽ അവൾ എത്തിച്ചേർന്നതായിരുന്നു. അന്ന് രാത്രിയിൽ ജൂൻവൂ തന്റെ റൂമിലേക്ക് പോവുകയായിരുന്നു. പോകുമ്പോൾ മീജോ പുതിയ ബൾബിടാൻ ശ്രമിക്കുന്നുണ്ട്. ശ്രമത്തിനിടയിൽ കാൽ തെറ്റിയവൾ താഴെ വീണു. ബൾബ് പൊട്ടി അവളുടെ കയ്യിൽ ചെറിയ മുറിവുണ്ടായി. ആ മുറിവ് ഉണങ്ങാൻ ആരംഭിക്കുകയും ചെയ്തു. ശബ്ദം കേട്ട് താഴേക്ക് വന്ന ജൂൻവൂ മീജോയുടെ കയ്യിൽ നിന്ന് ബൾബ് വാങ്ങി ഇട്ടുകൊടുത്തു. ആ സമയം അവരിരുവരുടെയും മുഖം അടുത്തോടടുത്ത് വന്നിരുന്നു. പിന്നാലെ മുഖം വെട്ടിച്ച് അവൻ മുകളിലേക്ക് കയറിപ്പോയി. ഹോ, ഇതെന്താ ഇത് എന്ന മട്ടിൽ മീജോ ഒന്ന് പറയുകയും ചെയ്തു. അടുത്ത ദിവസം ജൂവുവിനെ പ്രണയിക്കുന്ന പെൺകുട്ടി വീണ്ടും മീജോയുടെ അടുത്തെത്തി. മീജോ പറഞ്ഞ ട്രിക്ക് വർക്കായില്ലെന്ന് പറഞ്ഞു. അതിനാദ്യം അവനെ ശരിക്കും മനസ്സിലാക്കണം എന്ന് പറഞ്ഞ മീജോ ജൂൻവുവിനെ മനസ്സിലാക്കാൻ അവനെ ഫോളോ ചെയ്യാൻ ആരംഭിച്ചു. ജൂൻവു മറ്റുള്ളവരെ സഹായിക്കുന്നതും റോഡിൽ കിടന്ന പ്ലാസ്റ്റിക് ഒക്കെ പെറുക്കി കളയുന്നതും ഒക്കെ കണ്ട് ജൂൻവു ഒരു മോശം പയ്യനാണ് എന്ന് താൻ തെറ്റിദ്ധരിച്ചതാണ് എന്ന് മീജോ മനസ്സിലാക്കി. അവൾ പോയിക്കൊണ്ടിരിക്കെ വഴിയിൽ വെച്ച് അവനെ മിസ് ചെയ്യുകയും ചെയ്തു. അപ്പോഴായിരുന്നു ജേസൺ സൈക്കിളിൽ അങ്ങോട്ടേക്ക് വന്നത്. കണ്ടോ, ഇതിനാ യാദൃച്ഛികത എന്ന് പറയുന്നേ, നമ്മൾ കണ്ടുമുട്ടണം എന്ന് ദൈവം വിചാരിച്ചിട്ടുണ്ട്. തൊട്ടടുത്ത തെരുവിൽ താമസിച്ചിട്ട് ഈ ഡയലോഗ് 10 കിലോമീറ്റർ അപ്പുറമുള്ള പോലെ പറയുന്നു. ഞാൻ എന്റെ വീടിന്റെ മോളിൽ താമസിക്കുന്ന ആ പയ്യനില്ലേ, അവനെ പിന്തുടർന്ന് വന്നതാ, ഇപ്പോ കാണുന്നില്ല എന്ന് മീജോ ജേസനോട് പറഞ്ഞു. ഓ, അവനാണോ? അവനെ എനിക്കറിയാലോ എന്ന് പറഞ്ഞ് ജേസൺ മീജോയെ കൂട്ടിക്കൊണ്ടുപോയി അവനെ കാട്ടിക്കൊടുത്തു. ഒരു കടയുടെ മുമ്പിൽ പാവയുടെ വേഷമൊക്കെ ധരിച്ച് ഡാൻസ് ചെയ്ത് ആളുകളെ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അവൻ. ഇത് അവൻ തന്നെയാണോ? എന്താ ഇവൻ ഇങ്ങനത്തെ ജോലിയൊക്കെ ചെയ്യുന്നേ എന്ന് ചിന്തിച്ച മീജോ ഒരു പാവയുടെ വേഷം ധരിച്ച് അവന്റെ അടുത്തെത്തി. നീ ഡാൻസ് കളിക്കുന്നത് ശരിയല്ല, ഇതാണോ ഡാൻസ്? ഇങ്ങനെ
ഡാൻസ് കളിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞ് അവന് മുമ്പിൽ ഡാൻസ് ചെയ്യാനും തുടങ്ങി. വാശിക്ക് ജൂൻവുവും ഡാൻസ് ചെയ്തു. ഒടുവിൽ രണ്ടുപേരും തട്ടിത്തടഞ്ഞ് താഴെ വീഴുകയുമുണ്ടായി. താഴെ വീണതും മീജോയുടെ മാസ്ക് കഴിഞ്ഞുപോയി. മീജോയെ കണ്ടതും നീയാണോ എന്ന മട്ടിൽ ജൂൻവു ഞെട്ടി ഒരു നിമിഷം നോക്കി. എഴുന്നേറ്റ മീജുവാകട്ടെ ഉടൻ അവിടെ നിന്ന് ഓടിമാറി. പക്ഷേ അതോടെ ഒരു കാര്യം മീജോക്ക് മനസ്സിലായി. പാർട്ട് ടൈമായി ജോലിയൊക്കെ ചെയ്ത് ജൂൻവു പണം സംഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സ്റ്റുഡിയോ സംഘടിപ്പിക്കണമെന്നും അവിടെ പ്രാക്ടീസും റെക്കോർഡും ഒക്കെ ചെയ്യണം എന്നുള്ളതിനും വേണ്ടിയായിരുന്നു അത്. ആരെയും ബുദ്ധിമുട്ടിക്കരുത് എന്ന് ആഗ്രഹിക്കാത്ത വ്യക്തിയാണ് ജൂൻവു എന്നും അവൻ നല്ലവനാണെന്നും മീജോ തിരിച്ചറിഞ്ഞു. വൈകുന്നേരം ജൂൻവു തനിച്ചിരിക്കുമ്പോൾ മീജോയുടെ ആമക്കുട്ടി അവന്റെ അടുത്തൂടെ വന്നു. ജൂൻവു ഭയന്ന് കാലെടുത്തു. മീജോ വരികയും ഇതെന്റെ ഫ്രണ്ട് ബേക്കാണ് എന്ന് പറഞ്ഞ ആമക്കുട്ടിയെ ജൂൻവുവിനെ പരിചയപ്പെടുത്തുകയും ചെയ്തു. എനിക്കിതിനെയൊക്കെ ഭയമാണെന്നും മാറ്റി നിർത്താനുമായിരുന്നു ജൂൻവു പറഞ്ഞത്. പിന്നാലെ താൻ പാർട്ട് ടൈം ജോലി നോക്കുന്ന കാര്യം തന്റെ ഫ്രണ്ട്സിനോട് പറയരുത് എന്നും അവൻ കൂട്ടിച്ചേർത്തു. നീ എപ്പോഴും തനിച്ചാണല്ലോ ഉള്ളത്, നന്നായി ഡാൻസ് ഒക്കെ ചെയ്യുന്ന ആളാണല്ലോ, എന്നിട്ടെന്താ ആരെയും നിന്നോട് അടുപ്പിക്കാത്തത് എന്ന് മീജോ ചോദിച്ചതും അതിപ്പോ നിങ്ങളും തീരെ തനിച്ചല്ലേ എന്നവൻ മറുചോദ്യമുയർത്തി. താഴെ വീണപ്പോൾ അവന്റെ കയ്യിൽ മുറിവുണ്ടായതും ചെറിയ തോതിൽ രക്തം വരുന്നതും അപ്പോഴായിരുന്നു മീജോ ശ്രദ്ധിച്ചത്. ഉടൻ തന്റെ പഴയകാല മരുന്നിൽ നിന്നും കുറച്ച് മരുന്നെടുത്ത് അവന്റെ മുറിവുകളിൽ പുരട്ടിക്കൊടുത്തു. ജൂൻവുവിന് അപ്പോൾ ഓർമ്മ വന്നത് ചെറുപ്പത്തിൽ മുറിവ് പറ്റുമ്പോൾ തന്നെ പരിപാലിച്ച അമ്മയെയായിരുന്നു. അതോടെ അവൻ തന്നെപ്പറ്റി മീജോയോട് മനസ്സ് തുറന്ന് സംസാരിക്കാൻ ആരംഭിച്ചു. അവൻ ഫീലാവുന്ന കണ്ടതും മീജോ അവന്റെ കയ്യിൽ ഒരു മിഠായി വെച്ചുകൊടുത്തു. അപ്പോൾ അവൻ ഒരു പഴയ സംഭവം ഓർത്തു. അമ്മയുടെയൊക്കെ മരണശേഷം അവൻ ദുഃഖിച്ചിരിക്കുമ്പോൾ അന്നൊരു സ്ത്രീ അവൻ അടുത്തു വന്ന് അവന്റെ കയ്യിൽ അതേപോലെ മിഠായി കൊടുത്തിരുന്നു. അവനോടന്ന് മനസ്സിലൊന്നും കൂട്ടിവെക്കരുതെന്നും വേദനയൊക്കെ കരഞ്ഞു തീർക്കണമെന്നും ഇല്ലെങ്കിൽ നീ പിന്നീട് ആരെയും നിന്നോട് അടുപ്പിക്കാതെ വരും, ഒറ്റപ്പെട്ട് ജീവിക്കാൻ തുടങ്ങും എന്നൊക്കെ ആ സ്ത്രീ ഉപദേശിച്ചിരുന്നു. അന്ന് ഉപദേശിച്ചത് മീജോ തന്നെയായിരുന്നു. പക്ഷേ ജൂൻവു ഇപ്പോൾ ഒരുപാട് വളർന്നു കഴിഞ്ഞല്ലോ. അതുകൊണ്ടായിരുന്നു മീജോയെ ആദ്യം കണ്ടപ്പോൾ അതേ സ്ത്രീയാണെന്ന് കരുതി ജൂൻവു കെട്ടിപ്പിടിച്ചത്. പക്ഷെ പിന്നീടാണ് അവരാണെങ്കിൽ ഇപ്പോൾ അവർക്ക് പ്രായം ചെന്ന് കാണില്ലേ എന്ന് ചിന്തിച്ചവൻ പിന്മാറിയതും മീജോ അമരത്വമുള്ള സ്ത്രീയാണ് എന്നവൻ അറിയില്ലല്ലോ. അവൻ മീജോയോട് അക്കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നാലെ മീജോയെ കാണുവാൻ ജൂൻവുവിനെ പ്രണയിക്കുന്ന പെൺകുട്ടി വീണ്ടും വന്നു. അടുത്തതെന്തെന്ന് അവർ ആലോചിച്ചു. പ്രണയം തുറന്നു പറയുകയാണ് വേണ്ടത്, അതിനായി ഒരു പ്രണയലേഖനം എഴുതണം എന്ന് മീജോ സജസ്റ്റ് ചെയ്തു. മീജോ പറഞ്ഞുകൊടുത്തത് ആ പെൺകുട്ടി എഴുതി. അത് ജുൻവുവിന്റെ പക്കലും എത്തി. പക്ഷേ ജുൻവു ആകട്ടെ അവൾക്ക് നല്ല ഹാൻഡ് റൈറ്റിംഗ് ആണല്ലോ ഉള്ളത് എന്ന് പറയുക മാത്രമായിരുന്നു ചെയ്തത്. എന്തൊക്കെ ചെയ്താലും ഒന്നും ശരിയാവുന്നില്ലല്ലോ എന്ന് ആ പെൺകുട്ടി ദുഃഖിതയായി മീജുവിനടുത്തിരിക്കുമ്പോൾ അവൾക്ക് മൂവിക്ക് പോയാലോ എന്ന് ചോദിച്ച് അവന്റെ മെസ്സേജ് വന്നു. അത് കണ്ടതും ആ പെൺകുട്ടി സന്തോഷവതിയായി. മീജു അടുത്ത തന്ത്രവും പറഞ്ഞുകൊടുത്തു. അവനെപ്പോഴും തനിച്ചായിരുന്നതുകൊണ്ട് അവന് കമ്പനി വേണം. ഹോംലി ഫുഡൊക്കെ അവന് ഇഷ്ടമാകും. നീ കുക്ക് ചെയ്ത് നല്ല ഫുഡൊക്കെ കൊണ്ടുപോയി കൊടുക്ക്. അവൾ അതും പ്രവർത്തിച്ചു. ജൂൻവു ആകട്ടെ അതൊക്കെ ആസ്വദിച്ച് കഴിക്കുകയും ചെയ്തു. അതോടെ ആ പെൺകുട്ടിക്കും വിശ്വാസം കൈവന്നു. കാര്യങ്ങളൊക്കെ വർക്കൗട്ട് ആകുമെന്ന് തോന്നുന്നുണ്ട്. അവൾ മീജുവിനോട് പ്രതീക്ഷ പ്രകടിപ്പിച്ചു. അന്ന് രാത്രിയിൽ തന്റെ പഴയ പ്രണയങ്ങളുടെ ഓർമ്മകൾ മീജു ആലോചിച്ചിരിക്കുമ്പോൾ വീണ്ടും പാട്ടിന്റെ പ്രാക്ടീസ് ശബ്ദം അവളുടെ സ്വസ്ഥത തകർത്തു. അടുത്ത ദിവസം മീജോ ജൂൻവുവിനെ നേരിൽ കണ്ടത് ചോദ്യം ചെയ്തു. പണ്ട് കാലം തൊട്ടേ ഇത്തരത്തിലുള്ള ശബ്ദമൊന്നും ഞാൻ കേട്ടിട്ടേയില്ല എന്നവൾ അവനോട് പറയുകയും ചെയ്തു. ആ സമയമായിരുന്നു മീജോയെ മുമ്പ് കാണാൻ വന്ന കൗൺസിലിംഗിന് എത്തിയ പെൺകുട്ടി അങ്ങോട്ടേക്ക് എത്തിയത്. ക്ലിയോപാട്ര പെർഫ്യൂം മീജോ വിറ്റിരുന്ന അതേ പെൺകുട്ടി മീജോ തന്നെ പറ്റിച്ചതാണെന്നും അവൾക്ക് കുറെ റിലേഷൻ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞതൊക്കെ കളവാണെന്നും ചൈനയിൽ നിന്നുള്ള ഡ്യൂപ്ലിക്കേറ്റ് സാധനം ക്ലിയോപാട്ര ഉപയോഗിച്ചെന്നൊക്കെ പറഞ്ഞ് വിറ്റ് പൈസ ഉണ്ടാക്കിയ ഫ്രോഡാണ് എന്നുമൊക്കെ ആ പെൺകുട്ടി ആരോപിച്ചു. തന്റെ പണം തിരികെ തരാനും ആവശ്യപ്പെട്ടു. ഒക്കെ കേട്ടുകൊണ്ടിരുന്ന അവിടെയുണ്ടായിരുന്ന ജൂൻവുവിനും പെൺകുട്ടിയുടെ ഭാഗത്താണ് ന്യായമെന്നും മീജോ പറ്റിച്ചതാവാൻ സാധ്യതയുണ്ടെന്നും തോന്നി. പണം തിരികെ കൊടുക്കാൻ അവനും പറഞ്ഞു. താൻ പ്രവർത്തിച്ചതും പറഞ്ഞതുമൊക്കെ സത്യമാണെങ്കിലും കേൾക്കുന്നവർക്ക് അത് നുണയായല്ലേ തോന്നൂ. മറ്റു വഴികളില്ലാതെ മീജോ ആ പണം തിരികെ കൊടുത്തു. അന്ന് ജൂൻവുവും തന്നെ തെറ്റിദ്ധരിച്ചല്ലോ എന്ന് കരുതി ഫീൽ ചെയ്ത് രാത്രി കിടക്കുമ്പോൾ മീജോ ഒരു സ്വപ്നം കണ്ടു. അവളുടെ ജീവിതത്തിൽ നടന്ന കാര്യം തന്നെ. പണ്ട് അവൾ മരണസന്നയായി കിടക്കുകയായിരുന്നു. ഒരാൾ അന്ന് അവളുടെ അടുത്ത് വരികയും ഒരു ഔഷധം അവൾക്ക് നേരെ വെച്ചു നീട്ടിക്കൊണ്ട് ചോദിച്ചു, ഈ ഔഷധം തന്നാൽ നീ രക്ഷപ്പെടും, പക്ഷേ അത് ഭാവിയിൽ നിനക്ക് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചേക്കാം. അന്ന് രക്ഷപ്പെടാൻ അത് തന്നോളൂ എന്ന് പറയുകയായിരുന്നു അവൾ ചെയ്തത്. അത് കുടിച്ചതിൽ പിന്നെ അവൾ സുഖപ്പെട്ടെങ്കിലും അവൾക്ക് അമരത്വം കൈവരികയായിരുന്നു. ആരാണ് ആ ഔഷധം തന്നത് എന്നും അവൾക്ക് വ്യക്തമായിരുന്നില്ല. സ്വപ്നത്തിൽ നിന്ന് അവൾ ഞെട്ടിയുണർന്നു. കഴിഞ്ഞ ഇത്രയും കൊല്ലത്തിനിടയിൽ എത്രമാത്രം അവൾ ഒറ്റപ്പെട്ടിരിക്കുന്നു. അന്ന് ആ ഔഷധം എടുക്കണ്ടായിരുന്നു എന്നുവരെ അവൾക്ക് തോന്നി.
അടുത്ത ദിവസം ജോൻവു തന്റെ ഹോട്ടലിൽ പാവവേഷം ധരിച്ച് ജോലി നോക്കുമ്പോൾ മീജോയുടെ അടുത്തു വന്ന് പ്രണയം വർക്കൗട്ട് ആയില്ല എന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കി പോയ പെൺകുട്ടി തന്റെ കാമുകനൊപ്പം ഇരിക്കുന്നത് അവൻ കണ്ടു. അവരുടെ സംസാരത്തിൽ മീജോ പറഞ്ഞ പോലെ പ്രവർത്തിച്ചതുകൊണ്ടാണ് അവൾക്ക് അവനെ ലഭിച്ചത് എന്നും പറയുന്നുണ്ടായിരുന്നു. അതോടെ ആ പെൺകുട്ടിയാണ് ഫ്രോഡെന്നും മീജോ തെറ്റുകാരിയൊന്നുമല്ലെന്നും അവൻ തിരിച്ചറിഞ്ഞു. മീജോയോട് സോറി പറയണം എന്ന് അവന് തോന്നി. അന്ന് വൈകിട്ട് വീട്ടിലേക്ക് എത്തുമ്പോൾ മീജോക്കായി ഒരു ഗിഫ്റ്റ് അവൻ വാങ്ങിയിരുന്നു. അവനെത്തുമ്പോൾ മീജോ എന്തോ ആലോചിച്ചിരിക്കുകയാണ്. ഗിഫ്റ്റ് മീജോയുടെ അടുത്ത് വന്ന് അവളെ ഡിസ്റ്റർബ് ചെയ്യാതെ അവൻ പോവാനൊരുങ്ങി. അവൻ തിരികെ പോകുന്ന കണ്ടതും മീജോ വേഗം വന്ന് അവനെ പിടിച്ചു നിർത്തി. എന്റെ കൈ വേദനിക്കുന്നുണ്ട് എന്നവൻ പറഞ്ഞപ്പോഴായിരുന്നു പിടുത്തം മുറുകിപ്പോയി എന്ന് മീജോ മനസ്സിലാക്കുന്നത്. അവൾ കൈയെടുത്തു. ഇരുവരും പരസ്പരം നോക്കി പുഞ്ചിരിച്ചു. തെറ്റിദ്ധാരണകൾ മാറി അവർക്കിടയിലേക്ക് വീണ്ടും സൗഹൃദം എത്തുകയായിരുന്നു. ജോൻവു തന്റെ സോങ് ക്രിയേറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ തുടർന്നു. പക്ഷെ റാപ്പ് പാടുവാൻ ആളെ കിട്ടിയിരുന്നില്ല. മാത്രമല്ല റാപ്പ് ചെയ്തിട്ട് ശരിയാകുന്നുമില്ല. ആകെ കൺഫ്യൂഷനിൽ അവൻ ദുഃഖിച്ചിരിക്കുമ്പോൾ മീജോ അവൻ അരികിലെത്തി. അവന്റെ അവസ്ഥ മനസ്സിലാക്കി അവനെ മോട്ടിവേറ്റ് ചെയ്ത് സംസാരിച്ചു. ഒന്നും പറ്റുന്നില്ലെങ്കിൽ അത് ശരിയാവില്ല എന്ന് പൂർണ്ണമായി മനസ്സിലായി കഴിഞ്ഞാൽ ഉള്ള മറ്റു കഴിവുകളിൽ ഫോക്കസ് ചെയ്യണം. മീജോ പറയുന്നത് എന്തെന്ന് അവന് വ്യക്തമാകുന്നുണ്ടായിരുന്നു. റാപ്പ് സോങ് വിട്ടിട്ട് അവന് സാധിക്കുന്ന പോലെ മറ്റൊരു മികച്ച സോങ് ക്രിയേറ്റ് ചെയ്യാനായിരുന്നു മീജോ അവനെ ഉപദേശിച്ചത്. പണ്ട് ചെറുപ്പത്തിൽ അതേ മീജോ തന്നെ അവനോട് പറഞ്ഞത് അവൻ ഓർമ്മ വന്നു. അതുപോലെ മീജോ ചെറുപ്പത്തിൽ അവനെ ഉപദേശിക്കുകയും ഒരു റിംഗ് അവന് സമ്മാനമായി കൊടുക്കുകയും ചെയ്തിരുന്നു. അത് അവന്റെ കൂട്ടത്തിൽ എപ്പോഴും വെക്കണമെന്ന് പറയുകയും ചെയ്തിരുന്നു. ജോൻവു ആലോചിച്ചു. ഒടുവിൽ ഒരു ലവ് സോങ് എഴുതുവാൻ തീരുമാനിച്ചു. പക്ഷെ അവന് നന്നായിട്ടത് സംഭവിക്കുന്നുണ്ടായിരുന്നില്ല. മീജോക്കൊപ്പമിരുന്ന് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുമ്പോൾ നല്ല പ്രണയഗാനം എഴുതുവാൻ നീ ആദ്യം പ്രണയിക്കണം എന്നവൾ സജസ്റ്റ് ചെയ്തു. എങ്കിവ നമുക്കൊന്നിച്ച് ഡേറ്റിന് പോകാം എന്നുടൻ അവൻ അവളെ ക്ഷണിച്ചു. മീജോ ഒരു നിമിഷം ഞെട്ടിപ്പോയി. മീജോ അത് പറഞ്ഞത് അവനെ പ്രണയിക്കുന്ന ആ പെൺകുട്ടിയോട് അവൻ പ്രണയത്തിലാവട്ടെ എന്ന് പ്രതീക്ഷിച്ചായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് തിരിഞ്ഞിരിക്കുന്നു. ഏയ് ഞാനാരെയും ഡേറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞ് മീജോ ഉടൻ ഒഴിഞ്ഞു മാറി. പക്ഷേ ജോൻവു ആകട്ടെ മീജോയെ വൺ സൈഡായി പ്രണയിക്കാൻ അതിനോടകം ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. അവളെപ്പറ്റി ആലോചിച്ച് അവളെ മനസ്സിൽ വെച്ച് അവനൊരു ഗാനം എഴുതി അത് കമ്പോസ് ചെയ്തു. അത് അത്രമേൽ മനോഹരമായി വന്നിരുന്നു. അവനത് മീജോയെയും തന്റെ കൂട്ടുകാരെയും കേൾപ്പിച്ചു. അവർക്കും അതിൽ നല്ല അഭിപ്രായമായിരുന്നു ഉണ്ടായത്. നീ എത്ര നന്നായി പാടുന്നു, ഈ പാട്ട് നീ തന്നെ പാടിയാൽ മതി എന്നായിരുന്നു എല്ലാവരും സജസ്റ്റ് ചെയ്തത്. ആ സമയം ജോൻവു മീജോയുടെ അടുക്കൽ ഈ പാട്ടിങ്ങനെ ക്രിയേറ്റ് ചെയ്യുവാൻ നീയെ ഒരുപാട് സഹായിച്ച് നിനക്ക് എന്താ വേണ്ടതെന്ന് പറ എന്ന് ജോൻവു ചോദിച്ചു. നമുക്ക് ഹാൻഡ് റിവറിന്റെ അവിടെ മീറ്റ് ചെയ്യാം എന്നായിരുന്നു മീജോ പറഞ്ഞത്. അവനെ പ്രണയിക്കുന്ന പെൺകുട്ടി മീജോയെ ഒന്ന് സംശയത്തോടെ നോക്കി. അടുത്ത ദിവസം ഹാൻഡ് റിവറിന്റെ അവിടെ ജോൻവു കാത്തു നിൽക്കാൻ ആരംഭിച്ചു. പക്ഷേ അങ്ങോട്ടേക്ക് എത്തിയത് മീജോയ്ക്ക് പകരം അവനെ പ്രണയിക്കുന്ന ആ പെൺകുട്ടിയായിരുന്നു. അവൾക്ക് വേണ്ടിയായിരുന്നു മീജോ ആ മീറ്റിംഗ് അറേഞ്ച് ചെയ്തതുപോലും. മീജോക്ക് തിരക്കുണ്ട്, അതുകൊണ്ട് മീജോ പറഞ്ഞിട്ട് ഞാൻ വന്നതാ എന്നാ പെൺകുട്ടി അവനോട് പറഞ്ഞു. പോരുന്നതിനു മുമ്പേ എങ്ങനെ പ്രണയം തുറന്നു പറയണം എന്നൊക്കെ ട്രെയിനിങ്ങും ടിപ്സും മീജോ പറഞ്ഞുകൊടുത്തിരുന്നു. അത്തരത്തിൽ അവനടുക്കൽ എനിക്കൊരാളെ പ്രണയമാണ്, അയാളോട് പറയുവാൻ നിന്റെ അടുത്ത് പറയുന്ന പോലെ പ്രാക്ടീസ് ചെയ്തോട്ടെ എന്ന് ചോദിച്ച് ജോൻവുവിനടുക്കൽ അവൾ പ്രണയം പറയാൻ ശ്രമിച്ചു. പക്ഷെ അത് അത്രക്ക് ശരിയാകുന്നുണ്ടായിരുന്നില്ല. ഇങ്ങനെ പറയാൻ നോക്കിയ ഇത് ശരിയാവുമെന്ന് തോന്നുന്നില്ല, നീ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം എന്ന് പറഞ്ഞ് തന്നോട് അവൾ പ്രണയം പറയാൻ ശ്രമിക്കുകയാണ് എന്ന് പോലും ചിന്തിക്കാതെ ജോൻവു അവിടെ നിന്ന് പോന്നു. ആ ശ്രമവും പാളി. തിരികെ വീട്ടിലേക്ക് എത്തുമ്പോൾ മീജോ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ജോൻവു മീജോയുടെ അടുത്ത് ചെന്ന് ചെറിയ തോതിൽ ദേഷ്യപ്പെട്ടു. എന്താ പറഞ്ഞിട്ട് വരാതിരുന്നേ, നിങ്ങളെന്താ ആരെയും ഡേറ്റ് ചെയ്യാത്തെ എന്ന് അവൻ ചോദിച്ചു. അതൊക്കെ ഞാൻ ആവശ്യത്തിലധികം ചെയ്തു കഴിഞ്ഞു എന്ന രീതിയിൽ മീജോ മറുപടി പറഞ്ഞു. എല്ലാം നമ്മുടെ ഇഷ്ടത്തിന് മാത്രം നടക്കണം, മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് മാത്രം കിട്ടണം എന്ന് പ്രതീക്ഷിക്കരുത്. നമ്മളും അവർക്കിഷ്ടമാണെങ്കിൽ നമ്മുടെ ഇഷ്ടം തിരികെ പകർന്നു നൽകണം. നിങ്ങൾ തന്നെ എന്നോട് ഒരിക്കൽ പറഞ്ഞതാ, ഞാൻ തിരിച്ചു പറഞ്ഞെന്നേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്കെല്ലാം അറിയാം എന്നൊരു ധാരണയുണ്ട്. നിങ്ങളത് നിങ്ങളെ തന്നെ പറഞ്ഞു വിശ്വസിപ്പിച്ചിരിക്കുകയാ. പക്ഷേ അതൊന്നും ശരിയാവണമെന്നുമില്ല. മീജോയെ ആകെ കൺഫ്യൂസ് ചെയ്യിപ്പിച്ച ശേഷം ജോൻവു അവിടെ നിന്ന് പോയി. അന്ന് രാത്രിയിൽ മീജോ ഇരുന്ന് മദ്യപിക്കാൻ ആരംഭിച്ചു. പണ്ട് അവളെ നന്നായി പ്രണയിച്ച് അവൾക്കിഷ്ടമുള്ള ഒരു കാമുകനുണ്ടായിരുന്നു. ആ കാമുകൻ പറഞ്ഞ കാര്യങ്ങൾ അവൾ ഓർത്തു. അമരത്വമുണ്ടെങ്കിലും അവളും ഒരു മനുഷ്യൻ തന്നെയാണല്ലോ, വേദനയും സന്തോഷവും ഒക്കെയുള്ള മനുഷ്യൻ എന്ന രീതിയിലായിരുന്നു അയാളെന്ന് സൂചിപ്പിച്ചത്. കുറെ മദ്യപിച്ച് മീജോയുടെ ബോധം തന്നെ മറഞ്ഞിരുന്നു. രാത്രി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്ന ജോൻവു മീജോയെ കണ്ടു. മീജോ ആകട്ടെ മദ്യാസക്തിയിൽ പണ്ട് തനിക്ക് പ്രണയമുള്ള ആ ലോഡ്ഷിപ്പായി ജോൻവുവിനെ കരുതി. അവനടുക്കൽ അടുപ്പത്തോടെയും മറ്റും പെരുമാറാനും കളിതമാശയോടെ പെരുമാറാനും ആരംഭിച്ചു. ഒടുവിൽ ബോധം കെട്ട് താഴെ വീണു. ജോൻവു അവളെ പൊക്കിയെടുത്ത് അവളുടെ ബെഡിൽ കൊണ്ടുപോയി കിടത്താൻ ശ്രമിച്ചു. പുറത്തു കയറ്റി അവളെ കൊണ്ടുപോയി കിടത്താൻ നേരം
അവൾക്ക് വീണ്ടും ഓർമ്മ വന്നിരുന്നു. അവനെ പോവാൻ വിടാതെ തന്റെ കാമുകനും ഭർത്താവുമെന്ന് ചിന്തിച്ച് അവനെ ബെഡിലേക്ക് വലിച്ചിടാനും പിടിച്ചു നിർത്താനും മീജോ ശ്രമിച്ചുകൊണ്ടിരുന്നു. പിറ്റേന്ന് എഴുന്നേറ്റപ്പോഴായിരുന്നു അതെല്ലാം അവളുടെ ഓർമ്മയിലേക്ക് വന്നത്. അവൾക്കാകെ വല്ലായ്മ തോന്നി. എങ്ങനെ ഇനി അവനെ ഫേസ് ചെയ്യും എന്നൊക്കെ അവൾ ചിന്തിച്ചു. അന്ന് പുറത്തു പോയി ഒരു തട്ടുകടയിൽ നിന്ന് ഭക്ഷണം കഴിച്ചു നിൽക്കുമ്പോൾ അവളുടെ അടുത്തേക്ക് ജെയ്സൺ വന്നു. പതിവ് പോലെ അവളുടെ അടുത്ത് ഫ്ലേട്ട് ചെയ്യാൻ തുടങ്ങി. കണ്ടോ, വിധി വരെ നമ്മളെ ഒന്നിപ്പിക്കാനാ തീരുമാനിച്ചിരിക്കുന്നേ, അതെങ്ങനെ ശരിയാകും എന്ന് മീജോ ചോദിച്ചതും നിങ്ങളുടെ അടുത്തുള്ളവരെ പ്രണയിക്കണം എന്നല്ലേ എന്നൊക്കെ പറഞ്ഞ് അവളോട് അടുത്തിടപഴകാൻ അവൻ ശ്രമിച്ചു. അവനെ തള്ളിമാറ്റി മീജോ മുമ്പിലേക്ക് പോയിക്കൊണ്ടേയിരുന്നു. ജെയ്സനും അവളുടെ പിന്നാലെ വന്നുകൊണ്ടിരുന്നു. പെട്ടെന്ന് ഒരു സ്കൂട്ടർ അവളെ ഇടിക്കാനെന്ന പോലെ വേഗത്തിൽ വരുന്നുണ്ടായിരുന്നു. ജെയ്സൺ അത് കണ്ട് അവളെ പിടിച്ചു മാറ്റി. ജെയ്സനും മീജോയും താഴെ വീണു. മീജോയുടെ കയ്യിൽ ചെറിയ മുറിവുണ്ടായെങ്കിലും അത് തന്നെ ഉണങ്ങാൻ ആരംഭിച്ചു. ജെയ്സനും അത് കണ്ടിരുന്നു. ജെയ്സൺ തന്റെ കാര്യങ്ങൾ മനസ്സിലാക്കി താൻ അമരത്വമുള്ളവളാണ് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്ന് മീജോ മനസ്സിലാക്കിയിരുന്നു. ഇനിയും ജെയ്സനോട് ഒന്നും മറച്ചുവെക്കാൻ സാധിക്കില്ല. ജെയ്സനെ മാറ്റി നിർത്തി അവൾ വിശദീകരിക്കാൻ ശ്രമിച്ചു. അത്രനാളും അവൾ രഹസ്യമാക്കി വെച്ചിരുന്ന കാര്യങ്ങളാണ്. പക്ഷേ ജെയ്സൺ അവളെ പറയാൻ സമ്മതിച്ചില്ല. ഒരു നിമിഷമെന്ന് പറഞ്ഞ് ജെയ്സൺ താഴെ പൊട്ടിക്കിടന്ന ചില്ല കഷ്ണത്തിൽ നിന്നും ഒന്നെടുത്തു. അത് വെച്ച് തന്റെ കയ്യിൽ ഒരു മുറിവുണ്ടാക്കി. മീജോയെ ഞെട്ടിച്ചുകൊണ്ട് മീജോയുടെ കയ്യിലെ മുറിവുകൾ എങ്ങനെ സുഖപ്പെടുന്നു അതുപോലെ ജെയ്സന്റെ മുറിവും ഉടനടി തനിയെ സുഖപ്പെട്ടു. നമ്മൾ രണ്ടുപേരും ഒരുപോലാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ മീജോ, ഇപ്പോ നിനക്ക് എന്താണെന്ന് മനസ്സിലായോ എന്ന് ജെയ്സൺ ചോദിച്ചു. മീജോ ഞെട്ടിത്തെറിച്ചു നിന്നു. എന്താവും ഇനി സംഭവിക്കുക? ജെയ്സന്റെയും മീജോയുടെയും കഥ എന്താണ്? മീജോയെ പ്രണയിക്കുന്ന ജൂൻവുവിന്റെ അവസ്ഥ എന്തായി മാറും? കഥയുടെ ആദ്യ ഭാഗം ഇവിടെ അവസാനിക്കുന്നു. തുടർന്ന് കാണുവാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ പങ്കുവെക്കുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡുമായി ഉടനടി കണ്ടുമുട്ടാം. അതുവരെ ബൈ.